വല്ലാത്ത ഭാരം. ജയ് കണ്ണുകൾ വലിച്ചു തുറന്നു. തലയ്ക്കുള്ളിൽ ഒരു മൂളൽ പോലെ തോന്നിയപ്പോൾ അവൻ തല കുടഞ്ഞു നോക്കി. എവിടെയാണിത്? അവൻ ചുറ്റും നോക്കി. മുഴുവൻ ഇരുട്ടാണ്. ഒരു അരണ്ട വെളിച്ചം മാത്രമുള്ളൊരു സ്ഥലം. അവൻ കഴിഞ്ഞുപോയ കാര്യങ്ങൾ ഒന്ന് ഓർത്തെടുക്കാൻ ശ്രമിച്ചു. ആ പെണ്ണ്, ദാറ്റ് വാസ് എ ട്രാപ്പ്. ശ്രദ്ധിക്കേണ്ടതായിരുന്നു. തലേന്ന് ഒരു പാർട്ടിയിൽ വെച്ച് കണ്ട പെണ്ണാണ്. വല്ലാത്തൊരു മുതല് തന്നെയായിരുന്നു. ഒന്ന് മുട്ടി നോക്കിയപ്പോൾ ആദ്യം ഒഴിയാൻ നോക്കിയെങ്കിലും പിന്നീട് വീണു. അങ്ങനെയാണ് തൻ്റെ പ്രൈവറ്റ് വില്ലയിലേക്ക് കൊണ്ടുവന്നത്. തൻ്റെ അച്ഛന് പോലും അറിയാത്ത എൻ്റെ രഹസ്യം അതാണ് ആ വില്ല. ദോഷങ്ങളുടെ കെണിയിൽ താൻ ചെന്ന് വീണു. അവൻ്റെ ഉള്ളിൽ കോപം നുരഞ്ഞു പൊന്തി. ജയ് എഴുന്നേൽക്കാൻ ശ്രമിച്ചു. അപ്പോഴാണ് അവൻ്റെ കൈകൾ എന്തിലോ കെട്ടിയിട്ടിരിക്കുന്നത് അവൻ ശ്രദ്ധിച്ചത് തന്നെ. ജയ് തൻ്റെ കൈകൾ ആഞ്ഞു വലിച്ചു. വെറുതെ കഷ്ടപ്പെടേണ്ട ജയ്ശങ്കർ, അതഴിഞ്ഞു വരില്ല. അതൊരു വിലങ്ങാണ്. ഒരു സ്ത്രീ ശബ്ദം അവിടെ മുഴങ്ങി. അപ്പോഴാണ് അതവൻ ശ്രദ്ധിക്കുന്നത് തന്നെ. മോളെ, ആരാടി നീ? ഏയ്, കൂൾ കൂൾ, വെറുതെ ശബ്ദം കളയണ്ട, പതുക്കെ പറഞ്ഞാ മതി. അവളൊന്ന് ക്ലാപ്പ് ചെയ്തപ്പോൾ അവിടെ ലൈറ്റ് തെളിഞ്ഞു. ആരാടി നീ? എന്തിനാ നീ എന്നെ? അങ്ങനെ ചോദിക്കേ, ഞാൻ പറയാം. ആദ്യം ഞാൻ ആരാണെന്നല്ലേ? നിന്റെ കാലൻ. അവൾ പതുക്കെ തൻ്റെ മുഖത്തു നിന്നും നേർത്തൊരു മാസ്ക് ഊരിയെടുത്തു. അതൊരു പൊയ്മുഖമായിരുന്നു. അവൾ മുഖം അമർത്തി തുടച്ചു. അവളുടെ മുഖം കണ്ട ജയ് ഞെട്ടി. നീ നീ അവളുടെ മുഖത്ത് പൈശാചികമായ ഒരു ചിരി വിടർന്നു. അതേടാ, ഞാൻ തന്നെ. ഒട്ടും പ്രതീക്ഷിച്ചല്ലേ? കൊല്ലുപിടി നിന്നെ ഞാൻ. നീ കുറെ ഉണ്ടാക്കും. നിനക്ക് എന്താ വേണ്ടേ? നിന്റെ പ്രാണൻ. എന്റെ തീർത്ഥയെ നീ വേദനിപ്പിച്ചില്ലേ? അതിന്റെ 100 മടങ്ങ് നിന്നെ ഞാൻ വേദനിപ്പിച്ച് ഇഞ്ചിഞ്ചായി കൊല്ലും. ഓഹോ, അപ്പൊ കൂട്ടുകാരിക്ക് വേണ്ടി പ്രതികാരത്തിനിറങ്ങിയതാണോ? കൂട്ടുകാരിയോ? അവൾ എന്റെ പ്രണയമായിരുന്നടാ. അവളുടെ ശരീരം, വടിവത്ത് അവളുടെ ദേഹം കാണുമ്പോ എനിക്ക് അവൾ കയ്യിലെ സിറിഞ്ചിൽ നിന്നും അതിലെ മയക്കുമരുന്ന് തൻ്റെ ഇടം കൈയിലെ പിടഞ്ഞു നിൽക്കുന്ന ഞരമ്പിലൂടെ ഉള്ളിലേക്ക് കയറ്റി. അവൾ അതിൻ്റെ ലഹരി ആസ്വദിച്ചുകൊണ്ട് അവൻ്റെ മുന്നിലേക്ക് വന്നു നിന്നു. അവളുടെ ശരീരം, ഇതിൻ്റെ എത്രയോ ഇരട്ടി ലഹരിയായിരുന്നു എന്നറിയുമോ നിനക്ക്? ഞാനത് എൻ്റേതാക്കാൻ ശ്രമിക്കുന്നത് മുന്നേ നീ അവളെ വിവാഹം കഴിച്ചു. എൻ്റെ കൈകൾ മാത്രം പതിയേണ്ടടുത്ത് നിന്റെ കൈകൾ പതിഞ്ഞു. നീ അവളെ സ്വന്തമാക്കി, എല്ലാ അർത്ഥത്തിലും. അവൾ അലറി. നീ പറഞ്ഞത് ശരിയാ. അവൾ വല്ലാത്തൊരു മോഹമാണ്. ഇന്നും ഞാൻ മാത്രമല്ലടി അവളെ ആസ്വദിച്ചിട്ടുള്ളത്. അത് നിനക്കറിയില്ലല്ലേ? അവൾ ഞെട്ടി. കൂട്ടുകാരി പറഞ്ഞു തരാത്ത സ്ഥിതിക്ക് ഞാൻ പറഞ്ഞു തരാം. മോളെ, ഫോണിൽ തന്റെ മെയിൽ നോക്കിക്കൊണ്ടിരുന്ന തീർത്ഥ പെട്ടെന്ന് തിരിഞ്ഞു നോക്കി. എന്താ മുത്തശ്ശി? മുത്തശ്ശന്റെ മരുന്നിന്റെ കുറിപ്പടി നിന്റെ കയ്യിലല്ലേ ഇരിക്കുന്നേ? അതിങ്ങെടുത്തു തന്നേ. അവൾ ഫോൺ മാറ്റി വെച്ച് അവളുടെ അലമാര തുറന്ന് ഫയലെടുത്തപ്പോൾ എന്തോ ഒന്ന് താഴേക്ക് വീണു. അവൾ കുനിഞ്ഞ് അത് കയ്യിലേക്കെടുത്തു നോക്കി. തൻ്റെ വിവാഹ ചിത്രം. ജയ്യുടെ താലിക്കായി തല കുമ്പിട്ട് നിൽക്കുന്ന തൻ്റെ ചിത്രം. അവളുടെ കൈകൾ വിറച്ചു. ഒരു തളർച്ചയോടെ തീർത്ഥ കട്ടിലിലേക്കിരുന്നു. അവളുടെ ഉള്ളിലേക്ക് ആ ക്രൂരത നിറഞ്ഞ ദിനങ്ങളുടെ ഓർമ്മകൾ തിരിച്ചു വന്നു. ജയെയൊക്കെ അച്ഛൻ്റെ സുഹൃത്തിൻ്റെ മകൻ എന്ന നിലയിൽ നേരത്തെ അറിയാമായിരുന്നു. അങ്ങനെയാണ് ഈ വിവാഹാലോചന വരുന്നതും. ഏതൊരു പെൺകുട്ടിയെയും പോലെ ഒത്തിരിയേറെ സ്വപ്നങ്ങളുമായിട്ടായിരുന്നു താനും. പക്ഷേ ആദ്യ രാത്രിയിൽ തന്നെ തൻ്റെ സ്വപ്നങ്ങൾ ചില്ലുകൂട് പോലെ പൊട്ടിത്തകർന്നു പോയി. അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. അവളുടെ ശരീരം മുഴുവൻ ആ പൈശാചികത നിറഞ്ഞ ഓർമ്മയിൽ വിറച്ചുപോയി. ആദ്യ രാത്രിയിൽ തന്നെ ഭർത്താവിനാലും സ്വന്തം അച്ഛൻ്റെ സ്ഥാനത്ത് നിന്ന് തന്നെ സ്നേഹിക്കേണ്ട ഭർത്താവിൻ്റെ അച്ഛനാലും പിച്ചി ചീന്തപ്പെട്ട ഒരേ ഒരു പെൺകുട്ടി ഒരുപക്ഷെ ഞാനായിരിക്കും. തീർത്ഥയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. ഇത്രയും നാൾ അച്ഛൻ്റെയും അമ്മയുടെയും അടുത്തു നിന്നും മാറി നിന്നിട്ടില്ല. എന്നാൽ ഇന്ന് മറ്റൊരാളുടെ ഭാര്യയായി, അയാളുടെ താലിക്ക് അവകാശിയായി താൻ മാറിയിരിക്കുന്നു. അവളുടെ കണ്ണുകൾ നെഞ്ചോട് ചേർന്ന് കിടക്കുന്ന താലിയിലേക്ക് പാറി വീണു. അതിലെ ജയ് എന്ന പേരിലേക്ക് അവൾ തൻ്റെ കണ്ണുകൾ ഓടിച്ചു.
കാറിന്റെ മുൻസീറ്റിലിരിക്കുന്നവനെ അവൾ സാഹൂതം നോക്കി. അച്ഛന്റെ സുഹൃത്തിന്റെ മകൻ എന്നതിൽ കവിഞ്ഞ് മറ്റൊരു അടുപ്പവുമില്ല. വിവാഹം തീരുമാനിച്ചപ്പോൾ പോലും അങ്ങനെയൊരു അടുപ്പം തോന്നിയിട്ടില്ല. വിളിക്കുമായിരുന്നു ഇടയ്ക്കിടെ, എന്നാൽ തനിക്ക് അതിനും മടിയായിരുന്നു. എന്തിനേറെ പറയുന്നു, വിവാഹം പോലും ആഗ്രഹിച്ചിരുന്നില്ല. അച്ഛന്റെയും അമ്മയുടെയും ഒപ്പം ജീവിച്ചാൽ മതി എന്നേ ഉണ്ടായുള്ളൂ. പക്ഷേ അച്ഛന്റെ ആഗ്രഹത്തിന് വഴങ്ങി. ഒടുവിൽ ജയ് ഗൗരവക്കാരനാണ്, എന്നാൽ തന്നോട് ഒത്തിരി അടുപ്പം കാട്ടുന്നത് പോലെ തോന്നിയിട്ടുണ്ട്. അച്ഛനിപ്പോൾ എന്ത് ചെയ്യുന്നുണ്ടാവും? അമ്മയും പിന്നെ മുത്തശ്ശനും മുത്തശ്ശിയും. തീർത്ഥയുടെ കണ്ണുകൾ വീണ്ടും നിറഞ്ഞു വന്നു. ഒരു ആൺകുട്ടിയായി ജനിച്ചിരുന്നെങ്കിൽ ഈ വേർപിരിയൽ അതുണ്ടാവില്ലായിരുന്നല്ലോ. അവളുടെ ഉള്ളം വെറുതെ ആശിച്ചു. ഓരോന്ന് ആലോചിച്ചിരുന്ന് തീർത്ഥ മെല്ലെ മയങ്ങിപ്പോയി. ഏയ് ഏട്ടത്തി! ആരോ വിളിക്കുന്നത് കേട്ട് തീർത്ഥ മെല്ലെ കണ്ണു തുറന്നു. മുന്നിൽ നിറഞ്ഞ ചിരിയോടെ നിൽക്കുന്ന പ്രിയ. തീർത്ഥയുടെ ചുണ്ടുകളിലും ഒരു പുഞ്ചിരി വിടർന്നു. ഹായ്, ഇപ്പോഴാ കൂടുതൽ സുന്ദരിയായത്. പ്രിയ തീർത്ഥയുടെ കവളിൽ കുസൃതിയോടെ ഒന്ന് കുത്തി. വന്നേ, സ്ഥലമെത്തി. ആണോ? തീർത്ഥ സാരിയൊക്കെ ഒന്ന് ഒതുക്കി വെച്ച് പുറത്തേക്കിറങ്ങി. മുന്നിൽ ജയയുടെ അമ്മ നിലവിളക്കുമായി നിൽക്കുന്നുണ്ടായിരുന്നു. അവൾ ഈശ്വരനെ മനസ്സിൽ ധ്യാനിച്ച് വിളക്ക് കയ്യിലേക്ക് വാങ്ങി. അത് വലിയൊരു വില്ലയായിരുന്നു. ഉള്ളിലേക്ക് കയറിയതും തെല്ലൊരു പരിഭ്രമത്തോടെ അവൾ ചുറ്റും നോക്കി. ജയ് അവൾക്ക് പൂജാമുറി കാണിച്ചു കൊടുത്തു. തീർത്ഥ അവിടേക്ക് ചെന്ന് നിലവിളക്ക് വെച്ച് കൈകൾ കൂപ്പി പ്രാർത്ഥിച്ചു. ഭഗവാനെ, ഒരു പുതിയ ജീവിതം. ഞാൻ ഒട്ടും ഒരുക്കമില്ല. അറിയില്ല എന്താ എങ്ങനെ എന്നൊന്നും. കൂടെ ഉണ്ടാവണേ. അച്ഛനും അമ്മയും മുത്തശ്ശനും മുത്തശ്ശിയും ഒക്കെ സന്തോഷത്തോടെ ഇരിക്കണം. പിന്നെ ഈ വീട്ടിലെ എല്ലാവരും. വേറൊന്നും വേണ്ട എനിക്ക്. അവൾ കണ്ണുകൾ അടച്ചു നിന്നു. ദീപനാളങ്ങളുടെ ശോഭയിൽ വെട്ടിത്തിളങ്ങുന്ന അവളുടെ മുഖത്തേക്ക് ജയ് കണ്ണിമ വെട്ടാതെ നോക്കി നിന്നു. അവന്റെ കണ്ണുകൾ അവളിലുടനീളം അലഞ്ഞു നടന്നു. അതേസമയം തന്നെ അയാളുടെ കണ്ണുകളും ആസക്തിയോടെ തീർത്ഥയുടെ ശരീരത്തെ കൊത്തിപ്പറിക്കുന്നുണ്ടായിരുന്നു. അവളുടെ ശരീരം ആസകലം അയാൾ കണ്ണുകൊണ്ടൊഴിഞ്ഞു. ആ ചെകുത്താൻ. വൈകിട്ടുണ്ടായിരുന്ന റിസപ്ഷൻ ചടങ്ങുകളൊക്കെ കഴിഞ്ഞു. തീർത്ഥയുടെ അച്ഛനെയും അമ്മയും ഒക്കെ കണ്ടപ്പോൾ വീണ്ടും അവളിൽ സങ്കടം അണപൊട്ടി ഒഴുകി. അവർ ഇറങ്ങാൻ നേരമായപ്പോൾ അവളുടെ ഉള്ളിൽ കലങ്ങി. ഒരുവിധമാണ് പ്രിയ തീർത്ഥയെ സമാധാനിപ്പിച്ചത്. റിസപ്ഷൻ കഴിഞ്ഞ് വീട്ടിലെത്തിയപ്പോഴേക്കും തീർത്ഥ വല്ലാതെ തളർന്നിരുന്നു. തീർത്ഥയ്ക്ക് പ്രിയയുടെ സാന്നിധ്യം വല്ലാത്തൊരു ആശ്വാസമായിരുന്നു. രാത്രിയായപ്പോൾ ജയ്യുടെ അമ്മ തീർത്ഥയെ ഒരു സ്ലീവ്ലെസ് സാരി ഞൊറിഞ്ഞൊടുപ്പിച്ചു. അതിൽ അവളുടെ ആകാരവടിവ് വ്യക്തമായിരുന്നു. പ്രിയ കളിയാക്കുന്നുണ്ടായിരുന്നെങ്കിലും തീർത്ഥയുടെ മുഖത്തെ പ്രസാദക്കുറവ് കണ്ട് പ്രിയ പറഞ്ഞു, അമ്മേ, വേറെ സാരി ഒന്നുമില്ലേ? ഇത് വല പോലെയുണ്ട്. നീ നിന്റെ പണി നോക്കു പ്രിയേ. ഇത് ജയ് മോൾക്ക് വേണ്ടി വാങ്ങി വെച്ചതാണ്. മോൾക്ക് കുഴപ്പമുണ്ടോ ഇത്? കുഴപ്പമില്ലമ്മേ. തീർത്ഥയ്ക്ക് ഈ സാരി ഒട്ടും കംഫർട്ടബിൾ ആയി തോന്നിയിരുന്നില്ല. പക്ഷേ അവരോടത് പറഞ്ഞതുമില്ല. ആദ്യ ദിവസം തന്നെ പ്രശ്നമാവേണ്ട എന്ന് കരുതി. തീർത്ഥ മനസ്സില്ലാ മനസ്സോടെ നിന്നുകൊടുത്തു. അവൾ വിറയലോടെ കയ്യിലെ ജ്യൂസും കൊണ്ട് ജയ്യുടെ മുറിയിലേക്ക് കയറി. അവിടെയായി ഒരു ഗ്ലാസ്സിൽ മദ്യവും നിറച്ച് ജയ് ഇരിപ്പുണ്ടായിരുന്നു. തീർത്ഥ ജ്യൂസ് ടേബിളിലേക്ക് വെച്ചതും ജയ് കാറ്റുപോലെ വന്ന് അവളെ അവരിലേക്ക് അമർത്തി. അവളുടെ കഴുത്തിലേക്ക് മുഖം പൂഴ്ത്തി ആഞ്ഞു ശ്വാസമെടുത്തു. തീർത്ഥയുടെ ശ്വാസം വിലങ്ങിലായിപ്പോയി. അവൾ അത് പ്രതീക്ഷിച്ചില്ലായിരുന്നു. അവൾ അവനെ തള്ളി മാറ്റാൻ ശ്രമിച്ചു. ഓർക്കാപ്പുറത്ത് ആയതിനാൽ ജയ് ഒന്ന് പിന്നിലേക്കാഞ്ഞു. അടുത്ത നിമിഷം അവൻ്റെ കൈ അവളുടെ കവിളിൽ ആഞ്ഞു പതിച്ചു. എൻ്റെ ആഗ്രഹങ്ങൾ അതെന്തായാലും എതിർക്കരുത്, മനസ്സിലായോടി? അടങ്ങി നിന്നോണം. അവൻ അവളെ ഉള്ളിലേക്ക് തള്ളി കതകടച്ചു കുറ്റിയിട്ടു. അവൻ്റെ ആ തള്ളിൽ തീർത്ഥയുടെ കൈകൾ അവിടെ ഇരുന്ന ജഗ്ഗിൽ തട്ടി അത് താഴെ വീണ് പൊട്ടിച്ചിതറി. സൗണ്ട് പ്രൂഫ് ആയതുകൊണ്ട് ഒരു ഞരക്കം പോലും പുറത്ത് കേൾക്കാത്ത വിധത്തിലായിരുന്നു മുറിയുടെ നിർമ്മാണം. അവളുടെ കവിൾ നീറിപ്പുകഞ്ഞു. കണ്ണുകളിൽ നിന്നും കണ്ണീർ ഒഴുകുന്നുണ്ടെങ്കിൽ പോലും അവളിൽ നിന്നും അമ്പരപ്പ് വിട്ടുമാറിയിരുന്നില്ല. അവൻ അവളെ ബെഡിലേക്ക് വലിച്ചെറിഞ്ഞു. അവളുടെ കൈകൾ കട്ടിലുമായി ബന്ധിച്ചു. പിന്നീട് അവിടെ നടന്നത് അവന്റെ ക്രൂരമായ രതിവൈകൃതങ്ങളായിരുന്നു.
അധിക നേരം അവന്റെ പരാക്രമം നീണ്ടു നിന്നില്ല. എങ്കിലും തീർത്ഥയിൽ സഹിക്കാനാവാത്ത വേദനയുണ്ടായിരുന്നു മനസ്സിനും ശരീരത്തിനും. അവൾ ഒരുവിധം തപ്പിപ്പിടിച്ചെഴുന്നേറ്റു. നടക്കാനാഞ്ഞതും അവൾ ഒന്ന് വേച്ചുപോയി. തൊണ്ട പൊട്ടുന്നു, ശരീരം വേദനിക്കുന്നുണ്ട്, തലയൊക്കെ പൊട്ടിപ്പിളരുന്ന പോലെ. തീർത്ഥ വെള്ളം കുടിക്കാൻ നോക്കുമ്പോൾ ആ ജഗ് താഴെ ചിതറിക്കിടക്കുന്നു. അവൾ നിരാശയോടെ ചുറ്റും നോക്കി. അവൾ സാരി എടുത്തുടുത്ത് വാതിൽ തുറന്ന് പുറത്തേക്കിറങ്ങി. അതേ ഫ്ലോറിലുള്ള ഡൈനിങ് ടേബിളിന്റെ അടുത്തേക്ക് അവൾ നടന്നു. അവിടെ ഇരുന്ന് ജഗ്ഗിൽ നിന്ന് വെള്ളം അതോടെ വായിലേക്ക് കമിഴ്ത്തി. ജഗ് അവിടെ വെച്ച് തിരിഞ്ഞതും തൻ്റെ മുന്നിൽ ഒരു നിഴല് കണ്ട അവൾ ഞെട്ടി. അവളുടെ ചുണ്ടുകളിൽ നിന്നും കഴുത്തിലൂടെ ഇറ്റു വീഴുന്ന വെള്ളത്തുള്ളികളുടെ താഴേക്കുള്ള സഞ്ചാരപാത അയാളിൽ ലഹരിയുണർത്തി. ഒപ്പം സുതാര്യമായ ആ സാരിയിൽ വെള്ളം വീണപ്പോൾ അത് ശരീരത്തോടൊട്ടിയിരുന്നു. അതിൽ അവളുടെ അംഗലാവണ്യം പ്രകടമായിരുന്നു. അത് അയാളിലെ പിശാചിനെ ഉണർത്തി. അയാൾ അവളുടെ വായ പൊത്തിപ്പിടിച്ച് വലിച്ചിഴയ്ക്കാൻ ശ്രമിച്ചു. പേടിച്ചുപോയ തീർത്ഥ ശക്തിയായി കുതറി. അയാളുടെ കയ്യിൽ കടിച്ചപ്പോൾ വേദന കൊണ്ട് അയാൾ പിടിവിട്ടു. അവൾ ആ നേരം കൊണ്ട് ജയ്യുടെ മുറിയിലേക്ക് ഓടിയെങ്കിലും നിമിഷ നേരം കൊണ്ട് അവൾ വാതിലടയ്ക്കുന്നതിന് മുൻപേ തന്നെ അയാൾ അവളെ തള്ളി ഉള്ളിലേക്കിട്ടിട്ട് അകത്ത് കയറി വാതിൽ പൂട്ടി കുറ്റിയിട്ടിരുന്നു. ആ മുറിയിലെ അരണ്ട പ്രകാശത്തിൽ ആ മുഖം കണ്ട് തീർത്ഥ പിടഞ്ഞുപോയി. ശങ്കർ അങ്കിൾ, ഇന്ന് ബന്ധം കൊണ്ട് തനിക്ക് അച്ഛന് തുല്യമായ വ്യക്തി. അവൾ ഞെട്ടിത്തെരിച്ചു. മുഖം തിരിച്ച് ജയ്യെ വിളിക്കാനൊരുങ്ങിയ അവൾ സ്തബ്ധയായി നിന്നു. വഷളൻ ചിരിയോടെ ഇതെല്ലാം കണ്ടുകൊണ്ട് കിടക്കുന്ന ജയ്. എന്താ അച്ഛാ, ഇത്രയും ക്ഷമയില്ലായിരുന്നോ? ഞാൻ പറഞ്ഞതല്ലേ 2-3 ദിവസം കഴിയട്ടെ എന്ന്. ഇവളെ അങ്ങ് തന്നേക്കാവുന്ന. ഒരു തവണത്തേക്ക് ഞാനൊന്ന് നേരെ പോലും രുചിച്ചു നോക്കിയിട്ടില്ല. ഇപ്പോൾ ഇവൾ അറിഞ്ഞ സ്ഥിതിക്ക് നമ്മൾ രണ്ടുപേരും കൂടെ ഒന്നിനെ ആസ്വദിച്ചിട്ട് കുറച്ചു നാളായല്ലോ. ജയ് നാവുകൊണ്ട് ചുണ്ടിനെ തഴുകി. തീർത്ഥയുടെ മുഖം അവിശ്വസനീയത പടർന്നിരുന്നു. ഏട്ടാ, അവളുടെ ശബ്ദം ഇടറിപ്പോയി. അവളുടെ സർവ്വനാഡികളും തളർന്നു. തീർത്ഥ പുറത്തേക്കോടാൻ ശ്രമിച്ചതും ശങ്കർ അവളുടെ ഇടുപ്പിൽ പിടിച്ച് കറക്കി വീണ്ടും ഉള്ളിലേക്ക് തള്ളി. തീർത്ഥയുടെ മനസ്സിൽ അവളുടെ അച്ഛൻ്റെയും അമ്മയുടെയും മുഖം തെളിഞ്ഞു. അവളുടെ സ്വരം പതിഞ്ഞു. കരയാൻ പോലും കഴിയാതെ തീർത്ഥ പകച്ചു നിന്നുപോയി. ശങ്കർ എന്ന ചെകുത്താൻ അവളുടെ ശരീരത്തിൽ ഒട്ടിക്കിടന്ന സാരിയിലേക്ക് കൈവച്ചു. അവൾ അരുതേ എന്ന് തലയാട്ടി. വേണ്ട, എന്നെ ഉപദ്രവിക്കല്ലേ ഏട്ടാ, വേണ്ട അച്ഛ. തീർത്ഥ കൈകൾ മാറിന് കുറുകെ വെച്ച് ആ മുറിയുടെ മൂലയിലേക്ക് ഒതുങ്ങി നിന്നു. മരവിച്ച മനസ്സുമായി അവളുടെ കാലുകളിൽ ചില്ലുകൾ തറഞ്ഞു കയറി ചോര പടർന്നിരുന്നു. തൻ്റെ അടുക്കലേക്ക് ഇരയെ വേട്ടയാടുന്ന ചെന്നായ്ക്കൾ എന്ന പോലെ നടന്നു വരുന്ന ജയ്യെയും ശങ്കറിനെയും കണ്ട് അവളുടെ ഹൃദയം നിലച്ചുപോയി. മോളെ! രാമചന്ദ്രൻ പെട്ടെന്ന് ഞെട്ടിയുണർന്നു. അയാളുടെ മനസ്സിൽ എന്തെന്നില്ലാത്ത ഭീതി ഉറഞ്ഞുകൂടി.